മാങ്ങയും കിട്ടുന്ന പിടി എന്ത് പെട്രോളല്ല നന്നാറി സർവത്തായി. നന്നാറി സർവത്തിന് പറയാണ് പെട്രോൾ ഒഴിച്ച് വെച്ച കുപ്പിയിൽ. ഇഞ്ഞ് കൊടുത്തു ഇഞ്ഞ് ഞാൻ ഇടുവാടാ ഇട്ട് ആറ്റിക്കുഞ്ഞ. ഇതിപ്പം മറിച്ചിടുവാ അപ്പുറത്തേക്ക്. നല്ല വലിയ തരാ. അയ്യോ ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. എടാ വെയിലെങ്ങനെ ഉണ്ട്? വെയിലില്ലേ? ആ നമുക്ക് കണ്ണട ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വെയിലില്ല. കോഴിക്കോടത്തെ നല്ല ഉപ്പിലിട്ട ക്യാരറ്റ് മാങ്ങ എല്ലാം കിട്ടുന്ന കുറേ ചന്തകൾ. നട്ടുച്ചയായിട്ട് ഇഷ്ടം പോലെ ആളുണ്ട് ബീച്ചിൽ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ മാത്രമല്ല, നമ്മൾ വിചാരിച്ച നമ്മൾ മാത്രമേ ഉണ്ടാവും ഇങ്ങനെ നട്ടിച്ചൊക്കെ. പക്ഷെ നമ്മളെപ്പോലത്തെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ആകാശത്ത് പട്ടം കണ്ട ഇതാ ആ പട്ടാണ് ഇതാ ഇവിടെ സെയിൽ ചെയ്യുന്നത്. പട്ടത്തിന് എത്രയാ? 50 ഉറുപ്പ്യക്കുണ്ട്, 60 ഉറുപ്പ്യൻ്റെ ഉണ്ട്, 70 ഉറുപ്പ്യൻ്റെ ഉണ്ട്. അതാ വേണ്ടുന്ന ആൾ വരിക പറപ്പിക്കുക. ഫുൾ ഉപ്പിലിട്ടതും അങ്ങനത്തതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഉപ്പിലിട്ടതും കുലുക്കി സർവത്തല്ല ഐശ്വരതി. ഷാഹിദേ ആ ബോട്ട് കയറടാ ഓടിക്ക്. വന്നതാ കണ്ടിട്ടില്ലാലോ ഇതുവരെ. എത്രയാ പൈസ എന്ന് ചോദിച്ചു നോക്കിയാ. അവരെ തള്ളി കടലിലേക്ക് ഇറക്കുകയാണല്ലോ. വലിയ സ്പീഡ് ബോട്ടാ അല്ലേ ബോസേ? ഇതിനെത്രയാ പൈസ? ഒരാൾക്ക് 300. എത്ര ടൈമാ? അയ്യോ ഫുള്ള് വെള്ളം. 300 ഉറുപ്പ്യ ഒരാൾക്ക് 300. എത്ര ടൈമാന്നാ പറഞ്ഞേ? എന്തോ പറഞ്ഞേ കേട്ടിട്ടില്ല. ചോദിക്കും ബോസേ. ഞമ്മളെത്രയാ പൈസ എന്ന് ചോദിക്കും. ഓൻ പറയും. അപ്പോഴേക്കിന് വെള്ളം വരും. ഞമ്മളോടും ഓനെന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. കാറ്റാണ്, ഭയങ്കര കാറ്റ്. ഇതിപ്പം മറിച്ചിടുവാ അപ്പുറത്തേക്ക്. എൻ്റെ മോനെ ഫുള്ള് വെള്ളം. ഇതിൽ കയറാൻ ഒരാൾക്ക് 300 ഉറുപ്പ്യ. 3 കിലോമീറ്ററാണ് ഇവർ പറയുന്നത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ 3 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ അങ്ങോട്ടേക്കും 1.5 കിലോമീറ്റർ തിരിച്ച് ഇങ്ങോട്ടേക്കുമാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് നിർത്തും. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇതിപ്പം കോഴിക്കോട് ബീച്ചിൽ തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. നട്ടുച്ചയായിട്ട് പോലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബോട്ട് കയറാനും കടലിലേക്ക് പോകാനും ഒക്കെ. നല്ല വലിയ തര. അയ്യോ വലിയ തിരയടിച്ച് നമ്മൾ ഇറങ്ങി ഓടി. നമ്മൾ ഇറങ്ങിയിട്ടില്ല. ബോട്ടിറങ്ങി കടലിലേക്ക്. എന്താ തള്ളിയിട്ടാവുന്നേ? ഫുള്ള് മാൻ പവറല്ല ഓടുന്നതെന്ന് തോന്നുന്നുണ്ട്. തള്ളുന്നു. ഓടിക്കോ. കാറ്റിൻ്റെ സ്പീഡ് കൂടുമ്പോൾ തോന്നുന്നുണ്ട് തരാറ്റ്. അങ്ങനത്തെ ഒരു ബോട്ട് നിർത്തിയിട്ട് രക്ഷകനായിട്ട് പിന്നെ സ്റ്റാർട്ടാക്കി. അതാ 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 കീറി ഇളക്കുന്നുണ്ടല്ലോ. അതാ സ്റ്റാർട്ടാക്കി. അതാ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ കടലിനടി എൻ്റെ പൊട്ടൻ. ഇതാ ഇവൻ ബോട്ടർ അവിടുന്ന് ചവിട്ടി തിരിച്ചു പോകുന്നു. വെള്ളമെല്ലാം തെറിച്ചിട്ട്. പക്ഷേ അത് കിട്ടിയിട്ടില്ല. മിസ്സായിപ്പോയി. മോൻ്റെ ഒന്നും കൂടി അതുപോലെ തിരിക്കാൻ പറടാ. ഇതൊന്നും എവിടെ നിന്ന് കറക്റ്റ് ചെയ്യാം. അല്ല വണ്ടി ലെവലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പോകൂടാ. എന്താ അങ്ങോട്ടേക്ക് 3 കിലോമീറ്റർ പോയിട്ടെന്ന കാര്യമോ? നടുക്കടലിലേക്കല്ലേ പോകുന്നുണ്ട്.
ഇല്ല, അതാടെ ഇട്ട് ചവിട്ടി തിരിക്കും കടലില്. അങ്ങ് 3 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നല്ല, അത് തിരയുള്ളതുകൊണ്ട് സിഗ്സാക്ക് ആയിട്ട് പോകണ്ടേ. ഇതുപോലെ ഇവൻ പറഞ്ഞു കേട്ടില്ല, ആ കടലിന്റെ തെറ്റല്ല, ആ കടലിന്റെ അവസാനത്തെ ലൈന് കണ്ടിട്ടില്ലേ? അപ്പൊ ഇവൻ പറയാ കടലിന്റെ തെറ്റം വരെ പോണം ബോട്ടിൽ. ഒട്ടനാണ് ഇവൻ ബോട്ടിൽ. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കാണുന്നുണ്ട്, അവര് കടലിന്റെ തെറ്റം വരെ. വീണ്ടും നല്ല വെറൈറ്റി ഐശ്വര്യതയും ഉപ്പിലിട്ട മാങ്ങയും കിട്ടുന്ന പിടി. എന്ത് പെട്രോൾ അല്ല, നന്നാറി സർവത്തായി. ഇത് നന്നാറി സർവത്തേനാ? ഏക്കാ നന്നാറി ആ ഇഞ്ച പെട്രോൾ ഒടിഞ്ഞ ഒഴിച്ച് കത്തിക്കലേ. ഇതാണ് ആ പൊട്ടെ നന്നാറി സർവത്തിന് പറയാണ് പെട്രോൾ ഒഴിച്ച് വെച്ച കുപ്പിയിൽ. ആ ഇഞ്ഞ് കൊടുത്തു ഇഞ്ഞ് ഞാൻ ഇടുവാടാ, ഇട്ട് ആറ്റിക്കുഞ്ഞ. ഷാറൂഖ് ഖാൻ ഇവിടെ ഷോപ്പ് ഉണ്ട് എന്ന് തോന്നുന്നു. ഷാറൂഖ് ഖാന്റെ ഫോട്ടോ ഒക്കെ വെച്ചൊരു ഷോപ്പ് ഇതാ ഇതാണ് കാണുന്നത്. കോഴിക്കോട് ബീച്ച്. എന്തെല്ലോ പുതിയ പുതിയ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്കൈലൈൻ ഫ്ലാറ്റ്. കോഴിക്കോടുള്ള പറക്കുന്ന ഡോൾഫിനെ കാണാത്ത ആൾക്കാർക്ക് ഷായിദേ, പറക്കുന്ന ഡോൾഫിൻ അവരതാ. അതാ കാറത് ഓടി വരുന്നത്. ഇതാ വെറൈറ്റി. ഇതാ കാറ്റടിക്കുമ്പോ കാറ് ഡോൾഫിനെയും കൊണ്ട് ഓടുന്നു. ആ കുട്ടി അതാ ഡോൾഫിനെയും പിടിച്ച് ഓടുന്നു. ഇവിടെ വൈകുന്നേരമാണ് വരാൻ പറ്റിയ സമയം. ഇത്ര വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ക്ഷീണമൊന്നും അറിയില്ല. നല്ല രസമാണ് ആ ടൈമിന് ഇവിടെ വന്നത്. നല്ല കാപ്പിയും ചായയും പിന്നെ കുറേ എണ്ണക്കടികളും എല്ലാം തിന്നാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ നട്ടുച്ച വെയിലത്ത് വരെ ഈ ബീച്ചിൽ വന്ന ആൾക്കാരെ വണ്ടിയാണ് ഈ പാർക്ക് ചെയ്തത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള ആകാശവാണി. കോഴിക്കോട് ബീച്ചിൻ്റെ നേരെ മുന്നിലാണിത്. ബൈക്ക് വെച്ച സ്ഥലം എവിടെയാണെന്ന് കാണുന്നില്ല. ഇപ്പം അതും തപ്പി നടക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റാണ് വെച്ചെന്നാണ് തോന്നുന്നത്. കാട്ടുപോത്തുണ്ട്, നടന്നു പോകുന്നു. വണ്ടി അടി കൊണ്ടിട്ട് നടക്കുന്നതാണ്. അടുത്തെല്ലാം കണ്ടേ ചമ്പാൻ്റെ മോനാണ്. നീ വിട്ടോ. ലാസ്റ്റ് വണ്ടി കൊണ്ട് വെച്ചിട്ട് നടന്നതാണ്. കുറച്ച് മുമ്പിൽ പോ. ലാസ്റ്റ് എൻഡിലുള്ള വണ്ടി നടക്കണം 1 കിലോമീറ്റർ. കൂളിംഗ് ഗ്ലാസ്, നല്ല വെള്ള ഫ്രെയിമുള്ള കൂളിംഗ് ഗ്ലാസ്, വെറൈറ്റി സാധനം. ഇതിനെത്ര പൈസ? വെള്ള ഫ്രെയിമുള്ള 100 വെള്ള ഫ്രെയിമുള്ള ഇതിന്. നല്ല രസമുണ്ട്. എനിക്ക് വേണം. ആ വണ്ടി കണ്ടുപിടിച്ച്. നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ചിലുള്ള കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോട് ലുലുവിലെത്തി. അപ്പോൾ ലുലുവിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂട്ടിക്കൊണ്ടായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അതന്നെ. പിന്നെ ബിരിയാണി മുടിഞ്ഞത് ആരെയും ഉച്ചക്ക് ഒരു ബിരിയാണി മേടിച്ചത് ഇത്ര ദൂരം വന്നിട്ട് ഇപ്പം 4 സോഡ വാങ്ങി തന്നില്ലേ?
ലുലുവിൻ്റെ താഴത്തെ സെക്ഷനെല്ലാം നടന്നു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ മേലത്തെ സെക്ഷനിലേക്ക്. ഇനി ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ ചിലപ്പം താഴെ പോയിട്ട് ഒന്നും കൂടെ നോക്കും. ഇനി ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇതിൻ്റെ പൈസ 6990. ഈ ടി വിൻ്റെ റേറ്റ് 5,99,900. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 298. കോഴിക്കോട് ലുലുവിൽ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് കിട്ടില്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ നൈറ്റ് വ്യൂ. കോഴിക്കോട് ലുലുവിൻ്റെ നൈറ്റ് വ്യൂ നോക്കിയാൽ അടിപൊളിയല്ലേ. ഇതിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ലുലുവിലുള്ള കറക്കം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ മതിയാക്കി. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? പറ. നിന്റെ ഫോണ് പോയത് ഇനി ബോധമില്ലാതെ കൊണ്ടുപോയി ചാടിയത്. അതിപ്പം പോകുന്ന വഴിക്ക് എടുക്കാം. ഡോണ്ട് വറിയടാ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് ഇനി അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും വരും.